Hello my dear മക്കളെ, വെൽക്കം ടു ദ എക്സൈറ്റിംഗ് വേൾഡ് ഓഫ് ഇംഗ്ലീഷ്. അറിയാലോ, അർജുൻ സാറാണ്. നമുക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? നമുക്ക് നമ്മുടെ കൂട്ടുകാരോടോ കൂട്ടുകാരിയോടോ ഒക്കെ സംസാരിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. സംസാരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സ്വാതന്ത്ര്യം കിട്ടുന്നൊരു കാര്യമാണ്. നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ കൂടെ ഇഷ്ടം പോലെ എത്ര വേണമെങ്കിലും നമുക്ക് സംസാരിച്ചിരിക്കാൻ പറ്റും. പക്ഷേ അതേ സംസാരം പകർത്തി എഴുതി പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങുക എന്ന് പറഞ്ഞാൽ കുറച്ച് പണിയുള്ള കാര്യമാണ്, കഷ്ടപ്പാടുള്ള കാര്യമാണ്. കുറേ പേർക്ക് ഇന്നും നന്നായിട്ട് കോൺവെർസേഷൻ എഴുതാൻ അറിയില്ല. പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ് കോൺവെർസേഷൻ എഴുതുക എന്നുള്ളത്. അപ്പം അടിപൊളിയായിട്ട് കോൺവെർസേഷൻ എങ്ങനെ എഴുതി മുഴുവൻ മാർക്കും വാങ്ങാമെന്ന് സാർ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ മുഴുവൻ ഇരുന്ന് കാണുക. നല്ലൊരു കോൺവെർസേഷൻ എഴുതി ഫുൾ മാർക്ക് അടിച്ചെടുക്കാനുള്ള എല്ലാ ടിപ്സും സാർ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനം പകർത്തി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ എന്താണ്, കോൺവെർസേഷനിൽ നമ്മൾ നെയിംസ് ഓഫ് ദ സ്പീക്കേഴ്സ് ഉൾപ്പെടുത്തുക. അപ്പം ഞാനും നിങ്ങളുമാണ് സംസാരിക്കുമെങ്കിൽ അർജുൻ എന്നെഴുതിയിട്ട് 2 കുത്തിടുക, അതാണ് കോളൻ. 2 കുത്തിന് കോളൻ എന്ന് പറയുന്നത്. അതിനുശേഷം അർജുൻ ആരോടാണ് സംസാരിക്കുന്നത്, രാജുവിനോടാണെങ്കിൽ രാജു എന്നെഴുതി 2 കുത്തിടുക. ഓക്കെ, അപ്പം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ടല്ലോ. അപ്പം ആരാണ് സംസാരിക്കുന്നതെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആളുടെ പേര് കറക്റ്റായിട്ട് എഴുതേണ്ടത്. യൂസ് സിമ്പിൾ ആൻഡ് ക്ലിയർ സെൻറ്റൻസസ്. നമ്മളിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് വലിയ വലിയ ഉപരിപ്ലവമായ അനന്തതയുടെ അജ്ഞാത നീലിമയിൽ എന്നൊന്നും അല്ലല്ലോ സംസാരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളല്ലേ. സോ എന്ത് ചെയ്യുക, സിമ്പിൾ ആൻഡ് ക്ലിയർ സെൻറ്റൻസുകൾ മതി. നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ ഇനി അത്രയില്ലേ ഉള്ളൂ. സ്റ്റേ ഓൺ ദ ഗിവൺ ടോപ്പിക്. എന്തെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ചായിരിക്കും നമ്മളോട് എക്സാമിന് കോൺവെർസേഷൻ തയ്യാറാക്കാൻ പറയാം. ഓക്കെ, അപ്പം ആ ഒരു ടോപ്പിക്ക് ഫോളോ ചെയ്ത് തന്നെ എഴുതുക. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ സംസാരിച്ച് കാട് കയറേണ്ട ആവശ്യമില്ല. ആവശ്യമുള്ള എന്താണോ അത് മാത്രം എഴുതുക. പിന്നെയോ, ടേക്ക് ടേൺസ് വൈൽ ടോക്കിംഗ്. ഒരാൾ സംസാരിച്ചു, ഇനി അടുത്ത ആൾ സംസാരിക്കട്ടെ. ഒരാളുടെ ചോദ്യം, മറ്റേ മറുപടി, അങ്ങനെ ഒരു ആൾട്ടർനേറ്റീവ് രീതിയിൽ ഒന്നിന് പിറകെ ഒന്നായിട്ട് ഇങ്ങനെ വേണം എഴുതാൻ. അല്ലാതെ ഒരാൾ മാത്രം സംസാരിക്കുന്നത് കോൺവെർസേഷനിൽ ഉപയോഗിക്കാൻ പാടില്ല. യൂസ് പ്രോപ്പർ പങ്ക്ച്വേഷൻസ്. ഫുൾ സ്റ്റോപ്പ്, എക്സ്ക്ലമേഷൻ തുടങ്ങിയ കാര്യങ്ങൾ, ക്വസ്റ്റ്യൻ മാർക്കൊക്കെ കൃത്യമായ സ്ഥലങ്ങളിൽ കൊടുക്കുക. വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിച്ചിട്ട് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടാൽ തെറ്റാണ്. നമ്മളവിടെ ചോദ്യമല്ലേ ചോദിക്കുന്നത്, അപ്പോൾ അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. ആ പങ്ക്ച്വേഷൻസ് കറക്റ്റ് ആക്കുക. കീപ് ഗുഡ് മാനേഴ്സ് ഇൻ സ്പീച്ച്. നല്ല ഭാഷ ഉപയോഗിക്കാൻ ശ്രമിക്കുക. പൊളൈറ്റായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക കോൺവെർസേഷനിലൊക്കെ. അല്ലാതെ അതിനകത്ത് ചീത്ത വാക്കുകളോ അല്ലെങ്കിൽ ദേഷ്യം പിടിക്കുന്ന രീതിയിലോ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. അത്രയ്ക്കൊന്നും കാട് കയറേണ്ടെന്ന്. സിമ്പിൾ കാര്യമായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. അപ്പോൾ സിമ്പിൾ ഉത്തരം കൊടുക്കുക. ബിഗിൻ ആൻഡ് എൻഡ് പ്രോപ്പർലി. തുടക്കവും അവസാനവും കൃത്യമാവുക. അപ്പോൾ വായിക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് മനസ്സിലാവണം, ഇയാളുടെ സംഭാഷണം ആരംഭിച്ചു, കോൺവെർസേഷൻ ആരംഭിച്ചു, ഇത് എൻഡ് ചെയ്തു എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇത്രയും കാര്യങ്ങൾ പാലിച്ച് എഴുതി കഴിഞ്ഞാൽ ഫുള്ളാ. ഓൾറൈറ്റ്, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ചോദ്യം തന്നിരിക്കുകയാണ്. റൈറ്റ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ എ മാൻ ഇൻ ട്രബിൾ ആൻഡ് എ പ്രീസ്റ്റ് ആസ്കിങ് ഫോർ ഹെൽപ്പ് വിത്ത് എ റോഡ് എഞ്ചിൻ. നമ്മുടെ എൻജിൻ ട്രബിളിൽ ആളുണ്ടല്ലോ, പുള്ളിക്ക് ഒരു ആനയുടെ ആവശ്യം ഉണ്ടായപ്പോൾ നേരെ അടുത്തുള്ള അമ്പലത്തിലാണ് പോയി ചോദിച്ചത്. അപ്പം ആ ആന കിട്ടാൻ വേണ്ടിയിട്ട് പ്രീസ്റ്റിനോട് സംസാരിച്ചിട്ടുണ്ടാവുന്ന ഒരു കോൺവെർസേഷൻ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുണ്ടാവുക. അപ്പം ആവശ്യം ആരുടേതാണ്, നമ്മുടെ നറേറ്ററിൻ്റെ, അതിലെ പ്രൊട്ടാഗണിസ്റ്റിൻ്റെ ആണല്ലേ. ആ സഹായം കൊടുക്കേണ്ടത് ആ അമ്പലത്തിലെ പ്രീസ്റ്റുമാണ്. സോ അവർ നടത്തിയ ഒരു കോൺവെർസേഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു ആനയെ സംബന്ധിച്ചായിരിക്കും നമ്മൾ സംസാരിക്കുക. അതുപോലെ ഇയാളുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ഒക്കെ പറയുന്നുണ്ടാവും. ഈ കാര്യങ്ങൾ അതിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ടോപ്പിക്കിനനുസരിച്ചുള്ള കാര്യങ്ങൾ എഴുതിയെന്നാ മുഴുവൻ മാർക്കും കിട്ടും. ഒന്ന് എഴുതി നോക്കിയാലോ. ആദ്യം തന്നെ പ്രൊട്ടാഗണിസ്റ്റ്, നമ്മുടെ കേന്ദ്ര കഥാപാത്രം, നമ്മൾ നറേറ്ററിനോ അല്ലെങ്കിൽ പ്രൊട്ടാഗണിസ്റ്റോ നിങ്ങൾക്ക് കൊടുക്കാം, നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, സർ ഐ ആം ഇൻ ഗ്രേറ്റ് ട്രബിൾ. ഞാനൊരു വലിയ പ്രശ്നത്തിലാണ്. എൻ്റെ സർ എന്നാണ് വിളിക്കുന്നത്, ബഹുമാനത്തോടു കൂടിയാണ് പറയുന്നത്. ഐ മസ്റ്റ് മൂവ് ദ റോഡ് എഞ്ചിൻ. എനിക്ക് ആ റോഡ് എഞ്ചിൻ അവിടെ നിന്ന് മാറ്റണം. ക്യാൻ യു ഹെൽപ്പ് മീ? നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ പറ്റുമോ? അപ്പോൾ ആദ്യം തന്നെ ഇയാൾ ആവശ്യമുള്ള കാര്യം അങ്ങോട്ട് പറഞ്ഞു. എന്നിട്ടോ, പ്രീസ്റ്റ്, മൈ സൺ, മകനേ, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? എനിക്ക് എങ്ങനെ നിന്നെ സഹായിക്കാൻ പറ്റും? പ്രൊട്ടാഗണിസ്റ്റ് അയാൾ അടുത്ത ടേൺ എടുത്തു. എന്നിട്ട് പറയാണ്, I heard you have a strong temple elephant. നിങ്ങൾക്ക് ഒരു ശക്തനായ ആനയുണ്ടല്ലോ, അമ്പലത്തിലൊരു ആന. Can't it help pull the engine? ആ എൻജിൻ വലിക്കാൻ ഈ ആനയെ കൊണ്ട് സാധിക്കില്ലേ? അപ്പം ആവശ്യം നമ്മൾ ഡയറക്റ്റായിട്ട് അങ്ങോട്ട് പറഞ്ഞു. The elephant is scared and gentle. Why do you need it? The elephant is sacred and gentle. ഈ ആന എന്ന് പറയുന്നത് ഹോളി ആയിട്ടുള്ളൊരു കാര്യമാണ്, അമ്പലവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്, ദൈവികമായിട്ടുള്ള കാര്യമാണ്. ആൻഡ് ജെൻറ്റൽ, അത് വളരെയധികം മൃദുലമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്, ഡീസൻ്റായിട്ട് നിൽക്കുന്ന ആളാണ് ഈ ആന. സോ വൈ ഡു യു നീഡ് ഇറ്റ്? ഇതിനെ കൊണ്ട് എന്ത് കാര്യം എന്ന് ചോദിക്കുകയാണ്. ഇപ്പോൾ പ്രൊട്ടാഗണിസ്റ്റ് പറയാണ്, ഐ ഹാവ് നോ അതർ വേ. എനിക്ക് വേറെ വഴിയില്ല. ദ മുനിസിപ്പാലിറ്റി വാസ് ത്രെറ്റനിങ് മീ. എന്നെ ഭീഷണിപ്പെടുത്തുകയാണ്. ഐ ആം ഹെൽപ്ലെസ്.
എനിക്ക് സഹായിക്കാൻ ആരുമില്ല, ഞാൻ നിസ്സഹായനാണ് എന്ന് പറയും. അപ്പം ഇവരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റ് പഞ്ച്വേഷൻസ് കാണാൻ പറ്റും, അതുപോലെ തന്നെ ഫുൾ സ്റ്റോപ്പൊക്കെ കാണാൻ പറ്റും. കൃത്യമായിട്ട് നമുക്ക് പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ പ്രീസ്റ്റ് പറയാം, ഐ ഫീൽ പിറ്റി ഫോർ യു. ഓ, നിൻ്റെ കാര്യം ആലോചിച്ച് എനിക്ക് കഷ്ടം തോന്നുന്നു. ഐ വിൽ സെൻഡ് ദ എലഫൻറ്റ്. ഞാൻ എന്തായാലും ആനയെ വിട്ടുതരാം, ബട്ട് ടേക്ക് ഗുഡ് കെയർ ഓഫ് ഇറ്റ്. ഓക്കെ, പക്ഷേ അതിനെ നീ ശ്രദ്ധിക്കണം. അപ്പം പറയാണ് പ്രൊട്ടാഗണിസ്റ്റ്, താങ്ക് യു സാർ, നന്ദിയുണ്ടേ, ഐ വിൽ ബി വെരി കെയർഫുൾ. ഞാൻ ശ്രദ്ധിക്കുമെന്ന് പറയാണ് പ്രീസ്റ്റ്. ഓക്കെ, ടേക്ക് കെയർ, ശ്രദ്ധിക്കണം അംബാനെ എന്ന് പറഞ്ഞുകൊണ്ട് ആനയെ ഇയാൾക്ക് കൊടുക്കുകയാണ്. അപ്പം ഒരു കോൺവെർസേഷൻ ഇങ്ങനെ നമ്മൾ എഴുതി കഴിഞ്ഞിരിക്കുകയാണ്. ഏകദേശം ഫുൾ മാർക്ക് കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ കറക്റ്റ് ടോപ്പിക്കിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിൽ ആഡ് ചെയ്ത് സമയം കളഞ്ഞിട്ടൊന്നുമില്ല. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ തരാം. റൈറ്റ് എ കോൺവെർസേഷൻ ഷോയിങ് എ മാൻ റിക്വസ്റ്റിംഗ് ടൈം ഫ്രം എ മുനിസിപ്പൽ ഓഫീസർ ടു റിമൂവ് ആൻ അൺവാണ്ടഡ് പ്രൈസ്. ഇയാളുടെ ഈ അൺവാണ്ടഡ് പ്രൈസ് ഉണ്ടല്ലോ, എൻജിൻ, അത് എത്രയും പെട്ടെന്ന് മുനിസിപ്പാലിറ്റി ഗ്രൗണ്ടിൽ നിന്ന് എടുത്ത് കളയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അത് മാറ്റാതിരിക്കാൻ വേണ്ടി കുറച്ചുകൂടെ സമയം അനുവദിച്ച് തരണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ പ്രൊട്ടാഗണിസ്റ്റും ഓഫീസറും തമ്മിൽ ഒരു കോൺവെർസേഷൻ നടന്നിട്ടുണ്ടാവില്ലേ? സാധ്യതയുണ്ട് അല്ലേ? അപ്പം അതും എക്സാമിന് ചിലപ്പം ചോദിക്കാൻ സാധ്യതയുണ്ട്. അതും കൂടെ നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. പ്രൊട്ടാഗണിസ്റ്റ്, ഗുഡ് മോർണിംഗ് സാർ. ബഹുമാനത്തോടുകൂടി ഒഫീഷ്യലായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പം ഗുഡ് മോർണിംഗ് സാർ. അപ്പം മുനിസിപ്പൽ ചെയർമാൻ പറയുന്നത് ഗുഡ് മോർണിംഗ്, വാട്ട് ഡു യു വാണ്ട്? എന്താ തനിക്ക് വേണ്ടത്? ഒരു ചോദ്യചിഹ്നമുണ്ട്, ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. കറക്റ്റ് പഞ്ച്വേഷനാണ്. പ്രൊട്ടാഗണിസ്റ്റ്, കേന്ദ്ര കഥാപാത്രം പറയാണ്, സർ ഐ വൺ ഹർ റോഡ് എൻജിൻ ഇൻ എ ലോട്ടറി. ഞാനൊരു നറുക്കെടുപ്പിലൂടെ റോഡ് എൻജിൻ ജയിച്ചിരിക്കുകയാണ്. ഐ കനോട്ട് കീപ്പ് ഇറ്റ്. എനിക്കത് പക്ഷേ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. പ്ലീസ് ഹെൽപ്പ് മീ മൂവ് ഇറ്റ്. അതൊന്ന് നീക്കിത്തരാൻ വേണ്ടിയിട്ട്, ആ സ്ഥലത്തു നിന്നൊന്ന് മാറ്റിത്തരാൻ വേണ്ടിയിട്ട് ഒന്ന് അപേക്ഷിക്കുകയാണ്. വൈ ഡിഡ് യു ടേക്ക് സച്ച് എ തിങ് ആസ് എ പ്രൈസ്? താൻ എന്തിനാണോ അങ്ങനെ ഒരു സമ്മാനം എടുത്തത് എന്ന് ചോദിക്കുക. ഒരു പരിഹാസം കലർന്നിട്ടല്ലേ, അയാളുടെ ക്യാരക്ടർ ഒന്ന് റിവീൽ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. പ്രൊട്ടാഗണിസ്റ്റ്, ഐ ഡിഡ് നോട്ട് ചൂസ് ഇറ്റ് സർ. ഞാനത് തിരഞ്ഞെടുത്തതല്ല, ഇറ്റ് വാസ് ഗിവൻ ടു മീ. അതെനിക്ക് നൽകിയതാണ്, തന്നതാണ്. ചെയർമാൻ, വി കനോട്ട് ഹെൽപ്പ് യു ഇൻ എ പ്രൈവറ്റ് മാറ്റേഴ്സ്. ഇങ്ങനത്തെ പ്രൈവറ്റ് സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റില്ല. ഇതൊരു ഒഫീഷ്യൽ ബോഡിയാണ്, അതുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾക്കൊന്നും ചെയ്തു തരാൻ പറ്റില്ല. പ്രൊട്ടാഗണിസ്റ്റ്, സർ ക്യാൻ ദ മുനിസിപ്പാലിറ്റി ബൈ ഇറ്റ്. അപ്പോൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇത് വാങ്ങിക്കൂടെ എന്ന് ചോദിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ബിസിനസ്സും കൂടെ നോക്കേണ്ടതുണ്ടല്ലോ കഥയിൽ, അത് നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. ചെയർമാൻ, നോ വി ആർ നോട്ട് ഇൻട്രസ്റ്റഡ്. ഞങ്ങൾക്ക് താല്പര്യമൊന്നുമില്ല. എന്നിട്ട് പ്രൊട്ടാഗണിസ്റ്റ്, പ്ലീസ് ഗിവ് മീ ടൈം ടു റിമൂവ് ഇറ്റ്. എനിക്ക് കുറച്ചുകൂടെ സമയം അനുവദിച്ച് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ചെയർമാൻ, യു ഹാവ് 24 hours. തനിക്ക് 24 മണിക്കൂർ സമയം മാത്രമേ ഉള്ളൂ എന്ന് പറയണം. അപ്പം ആവശ്യമുള്ള കാര്യങ്ങൾ ആ ചാപ്റ്റർ നമ്മൾ എടുത്ത് എഴുതിയിരിക്കുകയാണ്. കൃത്യമായിട്ട് നമ്മൾ ഓൾട്ടർനേറ്റ് ആയിട്ട് ഒരാൾ പറയുന്നു മറുപടി പറയുന്നു, ഒരാൾ പറയുന്നു മറുപടി പറയുന്നു എന്ന രീതിയിൽ എഴുതിയിട്ടുണ്ട്. കറക്റ്റായിട്ട് പഞ്ച്വേഷൻസും കിട്ടിയിട്ടുണ്ട്. അപ്പം നല്ല ഒരു കോൺവെർസേഷൻ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് എൻ്റെ മക്കൾ പഠിച്ചല്ലോ. യെസ്, പഠിച്ചു അല്ലേ? അതിന് നിയമങ്ങളും പഠിച്ചു, 2 എക്സാമ്പിളുകളും പഠിച്ചപ്പോഴേക്കും മക്കൾ സെറ്റായിട്ടുണ്ട്. ഇവിടെ കൊണ്ട് നിർത്തരുത്, വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഇതുപോലെ ചോദ്യങ്ങൾ വരും. അതിനൊക്കെ വേണ്ടി മക്കൾ ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്ത് വെക്കുക. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട്, ഇതിനേക്കാൾ മാർക്ക് കിട്ടുന്ന വീഡിയോസായിട്ട് സാറ് വരുന്നതാണ്. ഇപ്പം ഞാൻ പോയിട്ട് തൽക്കാലം പിന്നെ വരാം. ഇപ്പം നമുക്കിടയിൽ ഒരു താൽക്കാലിക വിരാമം. ബൈ. ലൈക്ക് ചെയ്യാൻ മറക്കരുത്.